നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ. IPL CSK വേഴ്സസ് പഞ്ചാബ് മത്സരത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു ഡെഫിനറ്റ്ലി നോട്ട് എന്നുള്ളൊരു വാക്ക്. അതായത് ആ വാക്കിലേക്ക് വരുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയോട് ആ സമയത്ത് കമന്ററായ ഡാനി മോറിസൺ ചോദിക്കുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാവോ, ഇപ്രാവശ്യം തന്നെ വിരമിക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്, അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഡെഫിനറ്റ്ലി നോട്ട്. അതായത് ഞാൻ വിരമിക്കുന്നില്ല, അടുത്ത പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ള സൂചന നൽകുന്നു. അതിനുശേഷം ഇപ്പം 2026 വരുമ്പോൾ 5ാമത്തെ IPL സീസണാണ്. അപ്പോൾ ഈ പ്രാവശ്യം ധോണി തീർച്ചയായിട്ടും വിരമിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സഞ്ജു സാംസൺ ഓൾറെഡി അവർ ഒരു വിക്കറ്റ് കീപ്പറായി അല്ലെങ്കിൽ ധോണിക്ക് പകരക്കാരനായി ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം CSK സംബന്ധിച്ചിടത്തോളം എന്താവും ഒരു പോസ്റ്റ് ധോണി എറ, അതിനുള്ള പ്രിപ്പറേഷൻസ് അവർ തുടങ്ങിയിട്ടുണ്ടോ, എന്താണ്? തീർച്ചയായും. പിന്നെ ഈ മിനി ഓപ്ഷനോട് കൂടി തന്നെ നമുക്ക് അത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഈ ചെന്നൈയെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് അവരൊരു ഡാഡീസ് ആർമിയാണ് എന്നാണ്. പക്ഷെ അതിന് ഒരു കാലം വരെ ചെന്നൈ ആരാധകരും ചെന്നൈ മാനേജ്മെന്റും ഒക്കെ അതിനൊരു ഒരു ഗുഡ് ടാഗായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 2018 അവർ CSK കിരീടമണിയുന്ന സമയത്ത് 35 വയസ്സിന് മുകളിലുള്ള 4 കളിക്കാർ അവരുടെ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് ഒക്കെ പറയുന്നത്, അക്കാലത്ത് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നത്, പിന്നെ ഞങ്ങൾ പുതിയ കളിക്കാർ യങ് ടാലന്റുകളെ ഉണ്ടാക്കാനല്ല ലക്ഷ്യം, ടീമിന് ട്രോഫി എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഫിലോസഫിയാണ് അവർ ഇത്രയും കാലം പിന്തുടർന്ന് പോന്നിരുന്നത് എന്നാണ്. ഈ 2018 ശേഷവും ഡാഡീസ് ആർമി എന്ന വിളി കേൾക്കാൻ തുടങ്ങിയതിന് ശേഷവും അവർ 2 തവണ പിന്നെ കിരീടം അണിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെന്നൈ ഈ ഡാഡീസ് ആർമി എന്ന വിളിയെ അവരൊരു അഭിമാന പുരസ്സരം കൊണ്ട് നടന്നിരുന്നതാണെന്നാണ്. പക്ഷേ കുറച്ച് കാലമായിട്ട് അവരൊരു ട്രാൻസിഷൻ പീരീഡിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം മുതലാണ് അത് തുടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ പിന്നെ അവരുടെ IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ 10ാം റാങ്കിൽ അവർ ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിനിഷ് ചെയ്യുന്ന അവസാന ഘട്ടത്തിലൊക്കെ തന്നെ അവരിൽ ചില മിന്നലാട്ടങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആയുഷ് മാത്രയെ പോലെ, ഉർവിൽ പട്ടേലിനെ പോലെ, ഡവാൾ ബ്രവിസിനെ പോലെയൊക്കെയുള്ള പുതിയ കുറേ യങ്സ്റ്റേഴ്സ് വല്ലാതെ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് മിനി ഓപ്ഷന് ശേഷം ഇവരുടെ CEO കാശി വിശ്വനാഥിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാശി വിശ്വനാഥ് പറയുന്നുണ്ട്, കാമറൂൺ ഗ്രീനിൻ്റെ പുറകിൽ ഞങ്ങൾ ഒരുപാട് സമയമുണ്ടായിരുന്നു, പക്ഷേ 25 കോടിക്ക് മുകളിലൊക്കെ കാമറൂൺ ഗ്രീനിന് പുറകിൽ പോകാതിരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന യങ് ടാലൻറ്റുകളെ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ്. അതിനുശേഷം CSK ചെയ്യുന്നത് തങ്ങളുടെ പേഴ്സിലുള്ള തുകയുടെ 60% 2 യങ് ടാലൻറ്റുകളെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CSK 11 നോക്കുന്ന സമയത്ത് അവരുടെ മൊത്തം സ്ക്വാഡിലെ 25 പേരിൽ 16 പേർ 30-ന് താഴെ വയസ്സുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡ്. അപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് പോലും പറയുന്നത്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ഫിലോസഫി അദ്ദേഹം ചേഞ്ച് ചെയ്യണം. അദ്ദേഹം പറയുന്നത് പഴയ ഫിലോസഫികളിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ കഴിയില്ല, കാരണം മോഡേൺ T20 മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ, അഡാപ്റ്റ് ആവാൻ നമ്മൾ കുറേ വൈകി എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ MS ധോണി ഇറക്ക് ശേഷമുള്ള CSK കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സഞ്ജു സാംസൺ, അതുപോലെ തന്നെ കാർത്തിക് ശർമ്മ, ഉർവിൽ പട്ടേൽ അടക്കം 4 വിക്കറ്റ് കീപ്പർമാർ ഉള്ളൊരു ടീമായത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ തോന്നും 4 വിക്കറ്റ് കീപ്പർമാരുടെ ആവശ്യം ഈ ടീമിനകത്തുണ്ടോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പോലും അവരൊരു ട്രാൻസിഷൻ പീരീഡിനെ പിന്നെ വല്ലാതെ അഡാപ്റ്റ് ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ MS ധോണിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് RCBക്കെതിരെ അവർ ചെപ്പോക്കിൽ നടന്നൊരു മത്സരത്തിൽ 8ാം സ്ലോട്ടിൽ പോലും ധോണി ഇറക്കാതെ ഒരു 9ാം സ്ലോട്ടിൽ ധോണി എപ്പോഴും ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ആരാധകരുടെ കൂട്ടത്തെ നമ്മളവിടെ കണ്ടിരുന്നു. ആ മത്സരത്തിൽ 15 ബോളിൽ 30 റൺസൊക്കെ ധോണി അടിക്കുന്നുണ്ട്, 2 6 3 4 അടിക്കുന്നുണ്ട്. പക്ഷേ ആ മത്സരത്തിന് ശേഷം വലിയ വിമർശനങ്ങളാണ് CSK മാനേജ്മെന്റിനെതിരെ ഉയർന്നത്. ധോണിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇറങ്ങാത്തതാണ്, നേരത്തെ ഇറങ്ങാത്തതാണ്. അന്ന് തന്നെ വീരേന്ദ്ര സേവക് പറയുന്നുണ്ട് ധോണിയുടെ കാലം കഴിയുന്നതിൻ്റെ സൂചന. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർക്ക് റീപ്ലേസ് ചെയ്യാൻ ധോണിയുടെ ഓറയിലുള്ള അത്രയും ആരാധക പിന്തുണയുള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ബ്രാൻഡ് നിലനിൽക്കുക. ഇപ്പോൾ CSK എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിലനിൽക്കാനുള്ള സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് ധോണിയാണ്. അപ്പോൾ അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് പകരം റീപ്ലേസ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക. അങ്ങനെയാണ് സഞ്ജു സാംസന്റെ വരവ്. പിന്നെ ഇവരുടെ നിരയിലേക്ക് നമ്മളിങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവർ യങ് ടാലൻറ്റുകളെ ആശ്രയിക്കാൻ ഉള്ള യങ് ടാലൻറ്റുകളെ കൊണ്ട് പുതിയൊരു കാലത്തെ അവർ മുന്നിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന റോബിൻ ഉത്തപ്പയൊക്കെ പറയുന്നുണ്ട്. ഈ ഓപ്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ധോണി എറ അവസാനിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഡെഫിനറ്റ്ലി നോട്ട് ഓക്കെ എന്നൊരു വർത്തമാനം ധോണിയിൽ നമ്മൾ കേൾക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ആരിസ് പറഞ്ഞതുപോലെ 2 യങ് ടാലൻസ്, അതായത് അവർക്ക് 14.2 കോടി, അതായത് 28 കോടി രൂപയോളം അവർക്കാണ്
CSK ചെലവഴിച്ചത്. അത് ഒരു പോസിറ്റീവായിട്ട് മാറുമോ, അല്ലെങ്കിൽ അത്രയും പൈസക്ക് അവർ മൂല്യം ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യം ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക്. തീർച്ചയായും. എന്താന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ബേസ് പ്രൈസിന് വിറ്റുപോയ കുറേ അധികം താരങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഡേവിഡ് മില്ലർ, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ബെൻ ഡക്കറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ലോക ക്രിക്കറ്റിലെ വലിയ പേരുകളായ കുറേ അധികം താരങ്ങൾ ബേസ് പ്രൈസിന് വിറ്റ് പോകുന്നുണ്ട്. ഒരു 5 വർഷം മുമ്പത്തെയൊക്കെ CSK ആണ് എന്നുണ്ടെങ്കിൽ അനുഭവ സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത് ഇവരുടെയൊക്കെ ജെയ്സൺ ഹോൾഡറിന്റെ പുറകിൽ ഇവരുണ്ടായിരുന്നു കുറച്ച് സമയം വരെ ഈ ഓപ്ഷനിൽ. പക്ഷേ ഒരു ഘട്ടത്തിൽ ജെയ്സൺ ഹോൾഡറിനെയും അവർ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് യങ് ടാലന്റുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സ്റ്റീഫൻ ഫ്ലെമിംഗ് കാരണമായി പറയുന്നത് അനുഭവ സമ്പത്തിനേക്കാൾ മോഡേൺ T20 മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ആയുഷ് മാത്രമേ ബെഞ്ചിലിരിക്കുമ്പോൾ ആയുഷ് മാത്രമേ ആരാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവർ തോറ്റു തുടങ്ങിയ സമയത്താണ് ഇങ്ങനെയുള്ള ചില താരങ്ങളെ പരീക്ഷിച്ചു തുടങ്ങി. 188 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഡവാൾഡ് ബ്രവിസ് 180 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഉർവിൽ പട്ടേലിന് അധികം അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹം മനോഹരമായി ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ യങ് ടാലന്റുകൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രാഹുൽ ത്രിപാഠി അവിടെ ഡെലിവറി ചെയ്തിട്ടില്ല, വിജയ് ശങ്കർ ഡെലിവറി ചെയ്തിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ട് അവരൊക്കെ അവർ വിറ്റടിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡേൺ T20 മാറിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തുന്നു. കൊണ്ടുവന്ന താരങ്ങൾ ഡെലിവറി ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെയുള്ള ചോദ്യമാണ്. പക്ഷേ T20 ക്രിക്കറ്റിന്റെ മാറ്റം അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ആയുഷ് മാത്രയുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞാൽ മതിയുള്ളൂ. ഒരു ഭാവിയിലൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ഒരു സ്ഥിര സാന്നിധ്യമായി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ 18 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഇനിയും പ്രായമാരുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 വയസ്സിന് താഴെയുള്ള 16 പേർ ആ ടീമിനകത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവരതിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ ഈ ഒരു നയമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് ധോണിയാണ്, നമുക്കറിയാം. ധോണി CSK എന്ന് പറയുമ്പോൾ അതിന്റെ പര്യായ പദം കൂടിയാണ് ധോണി. കാരണം അതിൽ രസകരമായ ഒരു കഥയുണ്ട്. ധോണിയെ ആയിരുന്നില്ല ശരിക്കും CSK ലക്ഷ്യം ഇട്ടിരുന്നത്. 2008 ആദ്യ IPL സമയത്ത് CSK എന്ന ടീം ലക്ഷ്യമിട്ടിരുന്നത് വീരേന്ദ്ര സെവാഗിനായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത്, അവരുടെ ഓപ്ഷനിൽ പോലും സെവാഗിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു അവരുടെ ഓപ്ഷൻ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സെവാഗിനെ സമീപിക്കുന്നു. സെവാഗ് അവസാന നിമിഷം പറയുന്നു, ഞാൻ ഡൽഹിക്കാരനാണ്, എനിക്ക് ഡൽഹിക്ക് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞ് ആ സമയത്താണ് അവർ സെവാഗിനെ എന്നാൽ പിന്നെ വേണ്ട എന്ന് കണക്കാക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ T20 ലോകകപ്പ് കഴിയുന്നതും മഹേന്ദ്ര സിംഗ് ധോണി എന്നൊരു ക്യാപ്റ്റൻ ഉദയം ചെയ്യുന്നതും CSK ധോണിയിലേക്ക് എത്തുന്നതും. അതിനുശേഷമുള്ള ചരിത്രമാണ്. കാരണം ഈ ഒരു 19ാമത് സീസണിലാണ് കളിക്കുന്നത്. ഈ 19 സീസണിലും ധോണി കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ചരിത്രം തന്നെയാണ്. പിന്നുള്ളത് ഈ നയമാറ്റമാണ് ഏറ്റവും പ്രധാനം. കാരണം CSK എപ്പോഴും ഈ ഡാഡീസ് ആർമി അല്ലെങ്കിൽ വയസ്സൻ പട എന്നറിയപ്പെട്ടിരുന്ന ഒരു സമയമാണ്. അവർ പക്ഷേ ഈ വയസ്സൻ പട കൊണ്ടാണ് എല്ലാ കിരീടങ്ങളും നേടിയിട്ടുള്ളത്. 2021 IPL സീസണാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കാരണം 2020 IPL സീസൺ എന്ന് പറയുമ്പോൾ ഈ CSK സംബന്ധിച്ചുള്ള വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അവർ പെട്ടെന്ന് 8ാമത് ലാസ്റ്റ് പൊസിഷനുകളിൽ ഒന്നിലായിരുന്നു അവർ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടതും ഈ വയസ്സൻ പട എന്നുള്ള രൂപത്തിൽ. ആ സമയത്ത് അവരുടെ ടീമിൽ ഡൈൻ ബ്രാവോ ഉണ്ട്, അംബാട്ടി റായിഡു ഉണ്ട്, മൊയിൻ അലി, പിന്നെ ഇമ്രാൻ താഹിർ, പിന്നെ സുരേഷ് റൈന, റോബിൻ ഉത്തപ്പ, മഹേന്ദ്ര സിംഗ് ധോണി, എല്ലാവരും വയസ്സൻ ആൾക്കാരാണ്. വയസ്സൻ പട എന്ന രൂപത്തിൽ ഹർഭജൻ സിംഗ് പോലും ആ സമയത്ത് അവരുടെ ടീമിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം എല്ലാവരും 35 വയസ്സ് കൂടുതലുള്ള ഒരു പട. അപ്പം തൊട്ടടുത്ത സീസൺ, ഒരു സീസൺ വൻ ഡിസാസ്റ്ററായ സീസണിന് ശേഷം 2021 ആ സമയത്ത് കോവിഡുള്ള സമയത്ത് നമ്മുടെ ദുബായിലായിരുന്നു ഇതിൻ്റെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നത്. അതേ ഒരു ടീമിനെ വെച്ച് ഈ വയസ്സും പടയെ വെച്ചിട്ട് തന്നെയായിരുന്നു അവർ കിരീടം നേടിയത്. അതിൽ എനിക്ക് തോന്നുന്നത് 2020 സീസണിൽ വലിയ ഡിസാസ്റ്റർ ആയിരുന്ന സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ വൈഫ് എഴുതിയൊരു കവിതയൊക്കെ ആ സമയത്ത് വൈറലായിരുന്നു. നിങ്ങൾ ചാമ്പ്യനാണ്, ചാമ്പ്യന്മാർ ചിലപ്പോഴൊക്കെ പരാജയപ്പെടും, പക്ഷേ എന്നിട്ടും ചില പരാജയങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ധോണിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി സാക്ഷി ധോണി എഴുതിയൊരു കവിതയൊക്കെ വൈറലായിരുന്നു 2020 സീസണിൽ. തൊട്ടടുത്ത വർഷം ഇതേ വയസ്സൻ പടയെ വെച്ചുകൊണ്ട് ധോണി കപ്പടിക്കുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിന് ടാക്ടിക്സുകളും ആ സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദ് ഒക്കെ വന്നിരുന്നത്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ആദ്യ കളികളൊക്കെ അദ്ദേഹം ഒരു പെട്ടെന്ന് അതായത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിച്ച് അദ്ദേഹം ഔട്ടാവുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കണ്ടത്. അതായത് ജഗദീശനൊക്കെ ഇറങ്ങിയൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇതേപോലെ ഒരുപാട് മത്സരങ്ങൾ ദുബായിൽ തോക്കുന്ന സമയത്ത് ഈ ജഗദീശനും അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദൊക്കെ ഇറങ്ങുന്നു. അവർ പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നു. ആ സമയത്ത് ധോണി തന്നെ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് ഈ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞ അതേ വാക്കുകൾ പറയുന്നുണ്ട്. യുവതാരങ്ങൾ അവർക്ക് സ്പാർക്കുള്ള യുവതാരങ്ങൾ നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്പാർക്കില്ലാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ആ സമയത്ത് വിവാദമായിരുന്നു. അതായത് ധോണി സ്പാർക്കില്ല എന്ന് പറയുന്നത് പിന്നീട് അവരുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദിനെ കുറിച്ചും ജഗദീഷിനെ കുറിച്ചൊക്കെയാണ്. കാരണം ഋതുരാജ് ഗെയ്ക്വാദാണ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്. നേരിട്ട് ആദ്യ മത്സരത്തിൽ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിച്ച് സ്റ്റെമ്പ് ഔട്ട് ആവുന്നു. അപ്പം സ്പാർക്കില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് വിവാദമായ സമയത്ത് തന്നെ ധോണിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. യുവതാരങ്ങളെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ആ സമയത്ത് 2004 മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആദ്യത്തെ 4 മത്സരങ്ങളിൽ അദ്ദേഹം വെറും 13 റൺസാണ്
എടുത്തിരുന്നത് ഏകദിന കരിയറിൽ. അന്ന് ഒരുപക്ഷെ സൗരവ് ഗാംഗുലി സ്പാർക്കില്ല എന്ന് പറഞ്ഞ് ധോണിയെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ധോണി ഭയങ്കരമായിട്ട് വിമർശനം നേരിടേണ്ടി വന്നൊരു സീസണായിരുന്നു 2020. അങ്ങനെ തൊട്ടടുത്ത സീസണാകുമ്പോൾ അദ്ദേഹം ഈ വയസ്സന്മാരെയൊക്കെ ഒരുവിധം കറക്റ്റായി വെച്ചിട്ട് അവർക്ക് ഇപ്പം ഡെയിൻ ബ്രാവോക്കുള്ള ഏരിയ അദ്ദേഹത്തിൻ്റെ സ്ലോ ബോളുകൾ എപ്പോഴും എഫക്റ്റീവായിരുന്നു. പിന്നെ അതുപോലെ മാത്രമല്ല മൊയിൻ അലിയെ ആ സീസണിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ഡിസിഷൻ ഉണ്ട്. അദ്ദേഹം മൊയിൻ അലി നമുക്കറിയാം ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ്. പക്ഷേ ആ സീസൺ അദ്ദേഹത്തെ 1 down ആയിട്ട് ഇറക്കുകയാണ്. അത് ഒരു അതായത് മൊയിൻ അലി എപ്പോഴും കുറച്ചുകൂടി നേരത്തെ ബാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കളിക്കാരനാണ്. 1 down ആയി അദ്ദേഹത്തിന് പൊസിഷൻ നൽകിയപ്പോൾ അത് ആ സീസണിൽ ക്ലിക്കാവുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതുപോലെ ഇമ്രാൻ താഹിറിൻ്റെ പന്തുകൾ, ആ സമയത്ത് സുരേഷ് റെയ്നയെ പോലും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടാണ് ഈ 1 down പൊസിഷൻ ഈ മൊയിൻ അലിക്ക് നൽകുന്നത്. സുരേഷ് റെയ്ന വർഷങ്ങളായിട്ട് അവരുടെ ഒരു മിസ്റ്റർ ക്രിക്കറ്റ് അല്ലെങ്കിൽ മിസ്റ്റർ കൺസിസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തി ധോണിയുടെ ക്യാപ്റ്റൻസി എപ്പോഴും CSK സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പോയിന്റായിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു. പിന്നീട് ജഡേജയിലേക്ക് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. ജഡേജ ഒരു പാതി വഴിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പ്രശ്നമായി എന്ന് ഉപേക്ഷിക്കുന്നു. പിന്നെയും ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ സീസണിലടക്കം ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കായി മാറിയ ശേഷം ധോണിയാണ് മറ്റൊരാൾ ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ട് ഋതുരാജ് തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ധോണിയുടെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഈ സീസണിൽ ഉണ്ടാവും, ആ സീസൺ കഴിയുമ്പോൾ പിന്നെ ധോണി ഇല്ലാത്തൊരു CSK എന്ന് പറയുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എളുപ്പമായിരിക്കും? തീർച്ചയായും ഈ ഈ ഋതുരാജ് ഗെയ്ക്വാദ് മാത്രമല്ലല്ലോ ക്യാപ്റ്റൻസി മെറ്റീരിയലായിട്ട് അവിടെ ഉള്ളത്. സഞ്ജു സാംസനെ പോലെ മറ്റൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലോട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സഞ്ജു വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വരെ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് പണ്ഡിതർക്കിടയിലും ഒക്കെ വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2007 ഒരു കോച്ച് പോലും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ T20 ലോകകിരീടം അണിയുന്നത്. അതും പ്രഥമ T20 ലോകകിരീടം. അപ്പോൾ അങ്ങനെയാണ് MSDയുടെ ക്യാപ്റ്റൻസി ഭയങ്കരമായി ചർച്ചയാവുന്നത്. 2010 ചെന്നൈ ആദ്യമായിക്കൊണ്ട് IPL ഹിസ്റ്ററിയിൽ ആദ്യമായിക്കൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു ടീം കിരീടം അടിക്കുന്നു. 2011 അത് നിലനിർത്തുന്നു. അപ്പോൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൊമെന്റുകൾ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. T20 ക്രിക്കറ്റിന്റെ ചരിത്രം കണ്ട ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായിട്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ സാധിക്കും. അത് ആ ശൗര്യമൊന്നും ഇപ്പോൾ 44-ാമത്തെ വയസ്സിലും 43-ാമത്തെ വയസ്സിലൊന്നും അദ്ദേഹത്തിന് അടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തോറ്റുപോയി എങ്കിലും 9ാം സ്ലോട്ടിലൊക്കെ ഇറങ്ങിയിട്ടാണ് അദ്ദേഹം ഡെലിവറി എങ്കിൽ പോലും അത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് കൂടി ബന്ധപ്പെട്ട ഒന്നാണല്ലോ എന്നുള്ളതാണ്. 2019 ചില മൊമെന്റുകളൊക്കെ നമ്മൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ 2019 ഒരു ഉമേഷ് യാദവിനെയൊക്കെ ഒരു അവസാന ഓവറിൽ RCBക്കെതിരെ ഒരു 3 സിക്സറൊക്കെ പറത്തി അവസാന ബോളിൽ 1 റൺസിനൊക്കെ തോറ്റൊരു മത്സരം. അതുപോലെ തന്നെ ചെന്നൈ ബാൻ ചെയ്യപ്പെട്ട സമയത്ത് പൂനെ വാരിയേഴ്സിൽ പോയിട്ട് അക്സർ പട്ടേലിനെതിരെ അവസാനത്തെ ഓവറിൽ 23 റൺസ് അടിച്ച ഇന്നിങ്സ്. അതുപോലെ തന്നെ കുറേ മൊമെന്റ് 2023 ജഡേജ സിക്സർ അടിച്ചതിന് ശേഷം ജഡേജ കളി ജയിപ്പിച്ചതിന് ശേഷം വന്നിട്ട് ജഡേജയെ ഹഗ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ അതേ സീസണിൽ തന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഒരു നോ ബോളൊക്കെ എറിഞ്ഞ് ആ സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നതൊക്കെ അങ്ങനെ കുറെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന മൊമെന്റുകൾ അദ്ദേഹത്തിന് ആ ഒരു നിമിഷമാണ് ഒരു മിസ്റ്റർ കൂൾ എന്നറിയപ്പെടുന്ന ധോണിക്ക് കൂൾ നഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു. രാജസ്ഥാൻ റോയൽസിനെതിരെ നോബോൾ വിവാദത്തിന്റെ പുറത്ത് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെന്ന മത്സരം. അതെ, അതുകൊണ്ട് ചെന്നൈയെ സംബന്ധിച്ച് ധോണി പോസ്റ്റ് ധോണി എന്ന് പറയുന്നത് അദ്ദേഹം ജേഴ്സിയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ധോണി ഇല്ലാത്ത ധോണി. അല്ലാതെ ഇപ്പൊ ധോണി അവർക്ക് ടീമിന്റെ ഭാഗമായി തന്നെ കുറെ കാലം കൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു മെന്ററായിട്ടോ കുറെ കാലം കൂടെ കഴിഞ്ഞാൽ കോച്ചിങ് റോളിലൊക്കെ അദ്ദേഹം ഈ ടീമിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്നാണ്. കാരണം ധോണി ഇല്ലാത്തൊരു CSKയെ കുറിച്ച് ചിലപ്പോൾ മാനേജ്മെന്റിന് പോലും ചിലപ്പോൾ സങ്കല്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ആ ഓറയിലേക്ക് ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ബ്രാൻഡായി വളർന്നു വരുന്ന കാലത്തോളം എന്നാണ്. ഇപ്പൊ ധോണി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ സീസണുകളിലൊക്കെ ധോണിയുടെ ഒരു സാന്നിധ്യം പുതിയ ക്യാപ്റ്റന്മാർക്ക് ചിലപ്പം അനുഗ്രഹമാണ്, മറ്റു ചില സമയത്ത് ഒരു ഭാരവും ആവാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ജഡേജയുടെ കേസിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജഡേജ പിന്നെ CSK ജഡേജ ക്യാപ്റ്റനാകുന്ന സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ജഡേജ ഒരു അപ്രതീക്ഷിതമായിട്ടായിരുന്നു 2024 സീസണിന്റെ തുടക്കത്തിൽ 23-24 ആ സമയത്ത് ജഡേജനെ ക്യാപ്റ്റൻ ആക്കുന്നത്. അപ്പം ജഡേജ ആദ്യ മത്സരങ്ങളൊക്കെ കളിച്ചു. പിന്നെ ജഡേജ മൊത്തം ഫോം ഔട്ട് ആകുകയാണ്. ഡിസിഷൻസ് എടുക്കുക നോക്കുമ്പോൾ ആളുകളൊക്കെ ധോണിയെ കുറച്ചുകൂടി ആശ്രയിക്കുന്നു എന്ന നിലയിലേക്കൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ധോണിയുടെ സാന്നിധ്യം ഒരു പുതിയൊരു ക്യാപ്റ്റന് പിന്നെ ധോണി ഇല്ലാത്ത ഒരു പ്ലേയിങ് 11 ആണോ നല്ലത്, അല്ലെങ്കിൽ ധോണി ഉള്ള ഒരു പ്ലേയിങ് 11 ആണോ നല്ലത്? എനിക്കൊന്നും അതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് തുടങ്ങിയേ മതിയാവൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ സംബന്ധിച്ചിടത്തോളം ധോണിയുള്ള ഒരു 11-ൽ അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയായി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവർ
അടുത്ത ക്യാപ്റ്റൻസിയിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചാൽ പോലും ധോണി ഉള്ളൊരു 11 ആകണം എന്നൊരു ഒരു അനിവാര്യതയൊന്നുമില്ല. കാരണം അദ്ദേഹം രാജസ്ഥാനെ കുറേ കാലമായി രാജസ്ഥാൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് റിയാലിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗിൽ പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുള്ള ഒരു 11-ൽ കളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. കാരണം 2 അനുഭവ സമ്പത്തുള്ള താരങ്ങളെ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റൻ എന്ന പരിഗണനയിൽ മാത്രം അദ്ദേഹത്തെ എത്ര കാലം ടീമിൽ നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗെയ്ക്വാദിനെ സംബന്ധിച്ച് ഇനി ധോണിയുടെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് ടീമിൽ വേണം എന്നില്ല. ധോണി ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നയിക്കണം എന്നില്ല. പിന്നെ സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആ ടീമിനകത്തുണ്ട് എന്നുള്ളത് മറ്റൊരു റിയാലിറ്റി ആയിരിക്കെ ധോണി ഉണ്ടാകണം എന്നത് നമ്മളിങ്ങനെ വാശി പിടിക്കാനും കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ പരിഗണിച്ചേ മതിയാവൂ. ഇനിയും അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി നോട്ട് ഓക്കെ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ധോണി ഇതേപോലെ തന്നെ ഡെഫിനറ്റ്ലി 2021 സീസണിൽ ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് അദ്ദേഹം ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷം ഹർഷ ബോഗിൽ ചോദിച്ചപ്പോഴും വീണ്ടും ആ ഒരു ഡെഫിനറ്റ്ലി നോട്ടുള്ള ടൈപ്പ്. കഴിഞ്ഞ സീസണിലേക്ക് കിടന്നു നോക്കിക്കഴിഞ്ഞാൽ ആരാധകർ വരെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷറുടെ റോളിലൊക്കെ ഇറങ്ങിയിട്ട് ടീമിനെ ജയിപ്പിക്കേണ്ട ചേസിങ്ങിന്റെ മൊമെന്റിൽ പോലും ഇപ്പോൾ ആ മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RCB ചെപ്പോക്കിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അവർ ആ കോട്ട പൊളിക്കുന്നത്. ആ സമയത്ത് അശ്വിനും രവീന്ദ്ര ജഡേജയും ഒക്കെ ഇറങ്ങി ആളുകൾ ഇങ്ങനെ പവലിയനിലേക്ക് നോക്കി നിൽക്കുകയാണ് ധോണി എപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട്. 9ാമത്തെ സ്ലോട്ടിൽ 9ാമനായിട്ട് ധോണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്ന ആ മൊമെന്റിൽ ആളുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമല്ലോ. ഇദ്ദേഹത്തെ സെവാഗൊക്കെ എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തെ കുറച്ച് നേരത്തെ ഇറക്കി വിടാമായിരുന്നല്ലോ. ഇപ്പോൾ 6 പൊസിഷനിലൊക്കെ ഇറങ്ങേണ്ട അതിനു മുമ്പൊക്കെ ഇറങ്ങേണ്ട ഒരു മനുഷ്യൻ അങ്ങനെ മിഡിൽ ഓർഡർ ഒരു ലോവർ ഓർഡറിലൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം. അദ്ദേഹത്തിന്റെ IPL ഹിസ്റ്ററിയിലെ ആദ്യമായിട്ടാണ് അദ്ദേഹം 9ാം സ്ലോട്ടിൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അതെ, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 സീസണുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടതാണ്. ധോണി ഉള്ളത് കൊണ്ട് തന്നെ ധോണി അദ്ദേഹത്തിന്റെ പൊസിഷൻ മനഃപൂർവ്വം തന്നെ താഴത്തേക്ക് വെക്കുന്നു എന്നുള്ളതില്ല. അതായത് ധോണി ഒരു കളി ജയിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു എന്റർടൈനർ, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് ഒരു എന്റർടൈനർ മൂഡിലേക്ക് മാറിയ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന സീസണിൽ നോക്കുമ്പോൾ ധോണി എന്തായാലും ഫസ്റ്റ് മത്സരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സീരീസിൽ 2026 IPL സീസണിൽ ധോണി എത്ര മത്സരങ്ങൾ കളിക്കാനായിരിക്കും സാധ്യത? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സഞ്ജു സാംസൺ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ അതങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. എന്തായാലും അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ കളിക്കും, പക്ഷേ സീസൺ മുഴുവൻ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല എന്നുള്ളതാണ്. കാരണം സഞ്ജു സാംസൺ അവിടെ ഒരു ഓപ്ഷനായി ഇരിപ്പുണ്ട്. പിന്നെയും ഈ കാർത്തിക് ശർമ്മയൊക്കെ വിക്കറ്റ് കീപ്പർ ഓപ്ഷനാണ്. 14 കോടി കൊണ്ടുവന്നൊരു മനുഷ്യൻ നമുക്ക് എത്ര കാലം പുറത്തിരുത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഉർവിൽ പട്ടേലിനെ പോലൊരു യങ് ടാലന്റ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ധോണി വളരെ കുറഞ്ഞ കളികളെ കളിക്കാൻ സാധ്യതയുള്ളൂ. എന്നിട്ടൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും CSKയുടെ കിരീട പ്രതീക്ഷകൾ ഈ വർഷം? ഇപ്പം ധോണി പോസ്റ്റ് എറ എന്നുള്ള ലൈനിൽ നോക്കും. ധോണി എന്തായാലും കുറഞ്ഞ മത്സരങ്ങൾ കളിച്ച് ചെപ്പോക്കിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു അവസാന മത്സരം കളിച്ച് അവസാനിപ്പിക്കുന്നു. സഞ്ജു സാംസൺ അവരുടെ സ്ഥിരം വിക്കറ്റ് കീപ്പർ ആവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ CSK ഈ വർഷം കപ്പടിക്കാനുള്ള സാധ്യതയുണ്ടോ? പോസ്റ്റ് ധോണി എറയിലെ ആദ്യ ടൂർണമെന്റിൽ തന്നെ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ ഡാഡീസ് ആർമിയിൽ നിന്ന് മാറിയൊരു എറയിൽ CSK ആദ്യമായിട്ടായിരിക്കും ഇത്രയും യങ് ടാലന്റുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരം തന്നെ ഇത്രയും അധികം യങ് ടാലന്റുകൾ കൊണ്ടിറങ്ങിയിട്ടുള്ളത്. ഇപ്പം മുമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുമായിരുന്നു അനുഭവ സമ്പത്തിന്റെ ബ്ലൻഡുള്ള യങ് ടാലന്റുകളുടെ ബ്ലൻഡുള്ള, എന്നാൽ അതിനേക്കാൾ അനുഭവ സമ്പത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കുറേ അധികം താരങ്ങൾ നമുക്ക് പ്രതീക്ഷയോടെ കാണാൻ കഴിയുന്ന, ഇപ്പം ഇയാൾ ഡെലിവറി ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന. പക്ഷേ IPL പോലുള്ള വലിയ വേദികൾ പോലും കളിക്കും. ഉത്തർപ്രദേശ് പ്രീമിയർ ലീഗ് എന്നൊക്കെയാണ് മറ്റേ പ്രശാന്ത് വീറൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. ഈ യങ് ടാലന്റുകൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഇനി സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വായിഷ് മാത്രയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരാണ് വായിഷ് മാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്ത സീസൺ ശരിക്കും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്കങ്ങനെ പൂർണ്ണമായ ഒരു പ്രഡിക്ഷൻ നടത്താൻ കഴിയില്ല ഇവർ ഡെലിവറി ചെയ്തിട്ടല്ലാതെ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഹേന്ദ്ര സിംഗ് ധോണി ഇല്ലാതാവുന്ന ഒരു CSK എന്ന് പറയുമ്പം നമ്മുടെ മനസ്സുകളിൽ തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 2008 മുതൽ CSKയുടെ ഒരു മഞ്ഞ ജേഴ്സിയിൽ ധോണി ഉണ്ട് എന്നുള്ളെങ്കിൽ, ധോണി ഉണ്ടെങ്കിൽ ഒരു നമ്മൾ അവസാന സമയം വരെ നമ്മൾ ആ കളി കാണും. അദ്ദേഹം കളി ജയിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ലൈനിൽ കളി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. 2026 സീസൺ എന്ന് പറയുമ്പം മഹേന്ദ്ര സിംഗ് ധോണി കുറഞ്ഞ കളികളെങ്കിലും കളിച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പം ധോണി ഇല്ലാത്തൊരു IPL സീസൺ ശരിക്കും എന്താണ് ആരിസിൻ്റെ ഒരു ഈ ഫാക്റ്റുകളൊക്കെ മാറ്റി വെച്ച് വൈകാരികമായി എങ്ങനെ കാണുന്നതിന്? കുറേ കാലം വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വൈകാരികതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ CSK ആരാധകർ, ഇപ്പോൾ നമ്മളെക്കാൾ, ഇപ്പോൾ ഞാൻ മുംബൈ ഫാനാണ്, പക്ഷേ CSK ആരാധകരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചെന്നൈയെ ഭയങ്കര അടുത്തറിയുന്ന ആ നാട്ടിലെ
മനുഷ്യർ എന്നൊക്കെ അർത്ഥത്തിൽ ആ നാട്ടിലെ മനുഷ്യർക്ക് പോലും ഒരു ഘട്ടത്തിൽ CSK പിന്നെ ധോണിയുടെ ഈ നിലപാടുകളെ വിമർശിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വൈകാരികതയിലൊക്കെ നമുക്ക് കുറച്ച് കാലം വരെയൊക്കെ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും പിന്നെ ഒരു റിയാലിറ്റിയാണ് ധോണി പടിയിറങ്ങുന്നതോടുകൂടി ക്രിക്കറ്റിൽ ഒരു യുഗം അവസാനിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ്. പുതിയ യങ് ടാലൻറ്റുകൾ വരട്ടെ. ധോണി ഇല്ലാത്തൊരു കാലത്തും നമുക്ക് ക്രിക്കറ്റ് കളിക്കണമല്ലോ. ഇപ്പോൾ സച്ചിൻ വിരമിക്കുന്ന സമയത്തും നമ്മൾ ഇതുപോലത്തെ ആശങ്കകളും സച്ചിൻ ഇല്ലാത്ത കാലത്തെ ഇന്ത്യയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നല്ലോ. അതുപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ് ധോണി ഇല്ലാത്തൊരു കാലത്തെ CSK കുറിച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ ധോണി ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ CSK എന്ന് പറയുമ്പോൾ ആരാധകർക്ക് ചിന്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പ്രത്യേകിച്ചും CSK ആരാധകർക്ക്. എങ്കിൽ കൂടിയും ഈ IPL ഓപ്ഷനിൽ ഒരുപാട് യുവതാരങ്ങൾ, ആരിസ് നേരത്തെ പറഞ്ഞതുപോലെ 30 വയസ്സിന് താഴെയുള്ള ഒരു യുവ നിരയെ തന്നെ CSK ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഡാഡീസ് ആർമി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിളിപ്പേരുള്ള CSKയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആവാനുള്ള ഒരു സീസണാണ്. ഒരുപാട് യുവതാരങ്ങൾ, ആ യുവതാരങ്ങൾക്കൊപ്പം മഹേന്ദ്ര സിംഗ് ധോണി അവസാന മത്സരവും കളിച്ച് വിരമിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനുശേഷം ധോണിക്ക് ശേഷമുള്ള ഒരു പോസ്റ്റ് ഇറ അതെങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.